ഇന്നലെ രാവിലെയാണല്ലോ പത്രം വന്നത്. ഇപ്പോൾ പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖമുണ്ട്, ഈ പരാമർശമുണ്ട്. പത്രം വായിച്ച ഉടനെ തന്നെ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ഇത് പറഞ്ഞിട്ടില്ല എന്ന നിഷേധക്കുറിപ്പ് ഇറക്കാമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കാണ് പ്രസ് സെക്രട്ടറി കത്തയച്ചത്. ഇന്ന് വൈകുന്നേരമാണ് ഹിന്ദുവിന്റെ വിശദീകരണം വരുന്നത്. അപ്പോൾ ഈ ചർച്ച നടന്നോട്ടെ എന്ന് വെച്ചതാണോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം പത്രത്തിൽ അടിച്ചു വന്നാൽ അപ്പം തന്നെ അത് നിഷേധിക്കണ്ടേ? അതോ ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ? അഭിലാഷേ, നിങ്ങൾ ഈ പത്രങ്ങളിലും അതേപോലെ ഈ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഉണ്ടാക്കുന്ന ഓരോ വിവാദങ്ങളും അതാത് സമയത്ത് ഇങ്ങനെ അതൊന്നൊരു നമ്മുടേതായ സമയമെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആലോചന നടത്തിയൊക്കെയല്ലേ ഇത് ചെയ്യുക. ഇത് ആ സ്പോട്ടിൽ തന്നെ ഇവരെല്ലാം ഇങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് കത്തൊക്കെ കൊടുത്ത് വളരെ കൃത്യമായി സംഗതി വന്നല്ലോ, പിന്നെ എന്തിനാ അതിൻ്റെ പിന്നാലെ പോകുന്നത്? ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, നിങ്ങളിപ്പോൾ ഇരുത്തിയത് ഒന്ന് കോൺഗ്രസും ഒന്ന് മുസ്ലിം ലീഗുമാണ്. എന്തിനാ ഒരു ചർച്ചയിൽ അങ്ങനെ ഒരു കോൺഗ്രസും മുസ്ലിം ലീഗും ഇരുത്തേണ്ട ആവശ്യം? അങ്ങനെ ആവശ്യമുണ്ടോ? ഈ രാജു പി നായർക്ക് മലപ്പുറത്തെക്കുറിച്ച് പറയാൻ അർഹത ഇല്ല എന്ന് മാതൃഭൂമിക്ക് എന്തെങ്കിലും തോന്നലുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഇല്ലാതെ കോൺഗ്രസിന് മലപ്പുറത്തെ സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റില്ല എന്നാണോ? ഇപ്പൊ ഇവിടെയൊക്കെ ഉള്ള ഒരു ചർച്ചയും ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷ്, ഇവിടെ മൂന്ന് പേരും നിങ്ങൾ മൂന്ന് പേരും നിങ്ങളും ഞാൻ ഒറ്റക്കുമാണ്. അപ്പൊ എന്റെ ഇങ്ങനെ ഇടയിൽ കയറി എന്നെ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കല്ലേ, അങ്ങനെ ചെയ്യല്ലേ. നിങ്ങൾ മുസ്ലിം ലീഗിനെ ഒരു ഭാഗത്ത് ഇരുത്തുന്നു, കോൺഗ്രസിനെ ഇരുത്തുന്നു, BJP ഉണ്ട്, നിങ്ങളും ഉണ്ട്, ഞാൻ ഒറ്റക്കുവാണുള്ളത്. അപ്പോൾ കോൺഗ്രസിലെ രാജു പി നായർക്ക് മലപ്പുറത്തെ കുറിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണോ ഈ മുസ്ലിം ലീഗ് പ്രതിനിധിയെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് എന്നുള്ളൊരു എന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്. അത് പ്രേക്ഷകർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് അല്ല, ഞങ്ങളുടെയും ഘടകകക്ഷികളൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ ഞങ്ങളെയും ഘടകകക്ഷികളൊക്കെ ഉണ്ട് അഭിലാഷ്, ഞങ്ങൾക്കും ഘടകകക്ഷികളൊക്കെ ഉണ്ട് മലപ്പുറത്ത്, ഞങ്ങൾക്കും ഘടകകക്ഷികളുണ്ട് മലപ്പുറത്തും ഉണ്ട്, അതിന് പുറത്തും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഘടകകക്ഷികളില്ല പാർട്ടിയല്ലേ ഞങ്ങള്, നിങ്ങളത് ഇരുത്തുന്നില്ല. അല്ല, നിങ്ങളങ്ങനെ ഇരുത്തുന്നില്ല. ഇതിൽ സത്യത്തിൽ ഞങ്ങൾക്കല്ലേ നിങ്ങളുടെ ഒരു കാഴ്ചയിലാണ് ഒരാളെയും കൂടി എനിക്ക് കൂടി തരണ്ടേ. ഞങ്ങളുടെ ഭാഗം കൂടി CPM-ന് വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരാളെ കൂടി ഇരുത്താം. അതൊക്കെ അതവിടെ ഇരിക്കട്ടെ. ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നേരത്തെ ഖുർആന്റെ ഉള്ളിൽ സ്വർണം നടത്തി എന്ന പ്രചരണം നടത്തി ബെന്നി ബെഹ്നാൻ അവിടെ കേന്ദ്ര ഗവൺമെന്റിന് കത്തയച്ചില്ലേ? അതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് അന്നൊരാളും പറഞ്ഞില്ലല്ലോ ഇതെന്തോ മതവിരുദ്ധമാണ്, ഇത് ഈ ഖുർആന്റെ വാചകം ഉപയോഗിച്ചത് തെറ്റായിപ്പോയി, അങ്ങനെയൊന്നും ഇവരാരും പറയാൻ വന്നിട്ടില്ലല്ലോ. വന്നോ? ഇവര് വന്നില്ല. പിന്നെ ഇപ്പൊ ഇവർ പറയുന്നു തിരുവനന്തപുരത്ത് പിടിച്ചതിന്റെ കണക്ക് പറയുന്നില്ല. ഇവിടെ ആന എന്ന് പറയുമ്പോൾ ചേന എന്ന് പറയരുത്. ഇവിടെ ഈ സ്വർണം എന്തിനാ ഈ ചർച്ചയൊക്കെ വന്നത്? ഇവിടെ ഇവർ ബോധപൂർവമായി ഒരു ചർച്ച ഉണ്ടാക്കി കൊണ്ടുവരിക. മലപ്പുറത്ത് കേസ് കൂടുതലാണ് എന്നുള്ളതാ. യഥാർത്ഥത്തിൽ ആ കണക്ക് തന്നെ തെറ്റാ. എന്നാൽ ആ കേസ് കൂടുതലുള്ളതിൽ ഇങ്ങനൊരു ഭാഗമുണ്ട് എന്നുള്ള ഒരു അവതരണം മുഖ്യമന്ത്രി നടത്തി. അവിടെ ഇത്ര കേസുകൾ പിടിച്ചിട്ടുണ്ട്, അതിൽ സ്വർണ്ണ കേസുകളുണ്ട്. ഈ കരിപ്പൂർ എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയുന്ന എയർപോർട്ട് മലപ്പുറത്തായി പോയി എന്നുള്ളത് കൊണ്ട് ഈ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDP ഒക്കെ കരുതുന്നത് ഇവർക്കെതിരെ മിണ്ടാതിരിക്കണമെന്നാ. വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി. ഇവിടെ കേരളത്തിൽ CPM-നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ബോധപൂർവമായി പരിശ്രമിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അതിലൊരു തർക്കവുമില്ല. അതിൽ മാധ്യമങ്ങളുണ്ട്, ഇവിടുത്തെ വലതുപക്ഷമുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഞാൻ നേരത്തെ അവസാനിപ്പിച്ച ഒരു ചോദ്യം എന്തെന്ന് വെച്ചാൽ ബി സ്ട്രെയിറ്റ് ആണ്, രാജു പി നായരോടാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? SDP-യെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ ഉപദേശവും കേട്ടിട്ടാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്, അല്ല എന്ന് പറയാൻ പറ്റുമോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപദേശം കേട്ടിട്ടാണ് കേരളത്തിലെ ഈ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ന് കോൺഗ്രസ് നിലപാട് പറയുന്നത്. അത് നിങ്ങൾക്ക് ഏത് നിലപാടെടുത്ത് നോക്കിയാലും മനസ്സിലാക്കും. ആദ്യം മാധ്യമത്തിലും മീഡിയ വണ്ണിലുമൊക്കെ വരുന്ന ആ ചർച്ചകൾ, അല്ലെങ്കിൽ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ദാവൂദുമാരുടെ ചർച്ചകൾ ഏറ്റുപിടിക്കുകയും അതിലൂടെ ഒരു ധ്രുവീകരണ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യാണ് ഈ കേരളത്തിൽ. എല്ലാത്തിനെയും ആ തരത്തിലേക്ക് കൊണ്ടുപോവുക നിങ്ങൾ. ആന്റണി കേരളത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓർമ്മയില്ലേ? നിങ്ങളിപ്പോ VS-നെ കുറിച്ചാണ് പറയുന്നത്. VS എന്താ പറഞ്ഞത്? SLC-യെ കുറിച്ച് പറഞ്ഞു. എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? നിങ്ങളൊന്ന് എടുത്തുവിട്. പിന്നെ ഏത് ബ്രാഞ്ച് സമ്മേളനത്തിൽ എന്ത് പറഞ്ഞു എന്നാ ഞാനത് എനിക്ക് വ്യക്തമായില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നിലപാടേ ഉള്ളൂ രാജു പി നായർ, വർഗീയതക്കെതിരെയുള്ള നിലപാടാ. അത് കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെയായാലും ഞങ്ങൾ ആ നിലപാട് ഉയർത്തിപ്പിടിക്കും. ഇവിടെ നമുക്കറിയാലോ, ഇപ്പോൾ പലസ്തീൻ വിഷയമൊക്കെ വലിയ ചർച്ച നടക്കുന്ന സമയമാണ്. ഇപ്പോഴും പലസ്തീന് 1,00,000-ഓളം ആളുകളെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ള സാഹചര്യം നമുക്കറിയാം. ഈ സാഹചര്യത്തിലും കഴിഞ്ഞ ദിവസവും അവിടെ ഡൽഹിയിൽ യോഗം ചേർന്ന് ഞങ്ങളുടെ നേതൃത്വം തീരുമാനിച്ചത് രാജ്യവ്യാപകമായി യുദ്ധവിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ്.
ഇന്നും മുഖ്യമന്ത്രി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇവിടെ കോഴിക്കോടും പ്രസംഗിച്ചത് അതാണ് ഒരു ഭാഗത്ത്. എന്നാൽ നിങ്ങളെടുത്ത സമീപനം എന്താ? നിങ്ങൾ BJP-യോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ്. എല്ലാ ഘട്ടത്തിലും BJP ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പൊതുബോധത്തോട് ചേർന്ന് നിൽക്കുക ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ജമായത്തെ ഇസ്ലാമി പോലെയുള്ള ഈ വർഗീയ സ്വഭാവമുള്ള വർഗീയത പടർത്തുന്ന എന്തിനും വർഗീയതയും ധ്രുവീകരണവും കാണുന്ന പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ച് അവിടെ എന്തെങ്കിലും ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ. അവിടെ ഒരു ധ്രുവീകരണത്തിനുള്ള കളമൊരുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ എന്ത് പ്രശ്നമാണ് ഇതിനകത്തുള്ളത്?